ഹായ് ഫ്രണ്ട്സ്, ബഹ്റൈൻ അരമണിക്കൂർ ലേറ്റ് ആയിട്ടാണ് ഫ്ലൈറ്റ് പൊങ്ങിയതെന്നുണ്ടെങ്കിലും അബുദാബിന്ന് കറക്റ്റ് ടൈമിലായിരുന്നു ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത്. ഈ ഫ്ലൈറ്റ് നിർത്തുന്നതിന് മുമ്പ് സീറ്റ് എഴുന്നേക്കുന്ന പരിപാടി നമ്മൾ മലയാളികൾ മാത്രമൊന്നുമല്ലെന്ന് ഈ യാത്രയെന്ന് മനസ്സിലായി. എന്തായാലും നമ്മൾ ഇറക്കാതെ ഈ ഫ്ലൈറ്റ് പോകൂല, പിന്നെ എന്തിനാണ് ഇത്ര ധൃതി കാണിക്കുന്നതെന്ന് മാത്രമാണ് മനസ്സിലാവാത്തത്. അങ്ങനെ നമ്മൾ അബുദാബിന്ന് കയറി കറക്റ്റ് സമയത്ത് നാട്ടിൽ ലാൻഡ് ചെയ്തു. എമിഗ്രേഷനിലും ലഗേജ് എടുക്കാനും ഒക്കെ ആയിട്ട് 1.5 മണിക്കൂറാണ് എയർപോർട്ടിനകത്ത് ചെലവഴിക്കേണ്ടി വന്നത്. അങ്ങനെ ലഗേജ് ഒക്കെ എടുത്ത് നമ്മൾ വെളിയിലിറങ്ങി. 5 വർഷങ്ങൾക്ക് മുമ്പ് ഒരു സെപ്റ്റംബറിൽ ഞാൻ ബഹ്റൈനിൽ ഇറങ്ങുമ്പോൾ എന്താണോ മനസ്സിൽ പറഞ്ഞത് അത് തന്നെ ഇപ്പോഴും പറഞ്ഞു. ഹൗ എന്തൊരു ചൂട്. നമ്മളെ കൂട്ടാനായിട്ട് അളിയനും പെങ്ങളും എത്തിയിരുന്നു. നാട്ടിലാകെ റോഡ് പണി നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ സമയം രാവിലെ ആയതുകൊണ്ട് റോഡിലൊന്നും വലിയ ബ്ലോക്ക് ഇല്ലായിരുന്നു. അങ്ങനെ നമ്മുടെ വീട്ടിലെത്തി. ഉമ്മയുണ്ടാക്കിയ നല്ല പത്തിരിയും കോഴിക്കറിയും ചപ്പാത്തിയും ഒക്കെ ഉണ്ടായിരുന്നു. ഒക്കെ കഴിച്ച് ഞങ്ങൾ വീടിന്റെ ചുറ്റും ഒന്ന് കാണാനായിട്ട് ഇറങ്ങി. ഉമ്മയുടെ മുഖം കണ്ടാൽ മനസ്സിലാവും ഇവിടെ എത്രത്തോളം ചൂടുണ്ടെന്നുള്ളത്. ഈ മരത്തിലുണ്ടായ അവസാനത്തെ 2 ചാമ്പക്കയും കൂടെ അറുത്ത് കഴിച്ച് കുറച്ചു കാലമായിട്ട് നിർത്തിയിട്ട് നമ്മുടെ ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് പുറത്തൊന്ന് കറങ്ങാനായിട്ട് ഇറങ്ങി. ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് നമ്മുടെ സ്വന്തം പള്ളിയിൽ ജുമാ കൂടി ഖബർ സിയാറത്തൊക്കെ ചെയ്ത് കഴിഞ്ഞ് വീട്ടിലെത്തി കുറച്ചു റെസ്റ്റ് ചെയ്ത് ഞങ്ങൾ വീണ്ടും വണ്ടിയെടുത്ത് കറങ്ങാനായിട്ട് ഇറങ്ങി.